എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രിയാന വീസ്റ്റിന്റെ വെൻ യു റെഡി ദിസ് ഇസ് ഹൗ യു ഹീൽ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ശരിക്കും ഹീലിംഗ് അഥവാ സുഖപ്പെടലിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന ചില കിടിലൻ ആശയങ്ങളാണ് ഇതിലുള്ളത്. നമുക്കൊരുമിച്ച് അതൊന്ന് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്ലാനുകളെയും കാഴ്ചപ്പാടുകളെയും തകർത്തെറിഞ്ഞ ഒരു നഷ്ടം. അങ്ങനെയൊന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത്തരം വലിയ വേദനകൾ പലപ്പോഴും ഒരു തരം വേക്കപ്പ് കോളാണ്. ഒരുപക്ഷെ നമ്മളെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും യഥാർത്ഥ സന്തോഷം കണ്ടെത്താനുമുള്ള ഒരു പുതിയ യാത്ര തുടങ്ങാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. സുഖപ്പെടൽ എന്നു പറഞ്ഞാൽ എന്തോ കേടുപാട് തീർക്കുന്ന പണിയല്ല. അല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. മറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിരുന്നു, ആരാകേണ്ടതായിരുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു യാത്രയാണത്. നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു വലിയ അവസരം. അപ്പോ നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ജീവിതത്തിലെ മാറ്റങ്ങളെ സ്വീകരിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ വരുമ്പോൾ അത് പ്ലാൻ ചെയ്തതാവാം, അല്ലാത്തതുമാവാം. അതിനെ ഒരു പ്രശ്നമായി കാണാതെ നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായി കാണുക. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങളൊരു മല കയറാൻ പോവുകയാണെന്ന് വെറുതെ സങ്കൽപ്പിക്കുക. ഒരു വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. എന്തോ ശരിയല്ല എന്ന് മനസ്സ് പറയുന്നു. അങ്ങനെയുള്ള സമയത്തും നമ്മൾ ആ പരിചിതമായ വഴിയിൽ തന്നെ പറ്റിപ്പിടിച്ചു നിൽക്കും. പക്ഷെ ആ തോന്നലുണ്ടല്ലോ, അത് നമ്മൾ തെറ്റായ വഴിയിലാണെന്നതിന്റെ സൂചനയാണ്. കണ്ടില്ലേ? ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. തെറ്റായ വഴിയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും മാപ്പിൽ നോക്കും, നമ്മുടെ ദിശയെ സംശയിക്കും, ചുറ്റുമുള്ളതൊന്നും കാണാതെ മുന്നോട്ടു പോകും. പക്ഷെ ശരിയായ വഴിയിലാണെങ്കിലോ നമ്മൾ ആ യാത്ര ആസ്വദിക്കും, ചുറ്റുമുള്ള ഭംഗി കാണും, ആ ഒരു അനുഭവം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളും, നമ്മുടെ ആത്മാവുമായി ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ലക്ഷ്യമല്ല, യാത്രയാണ് പ്രധാനം. ഇവിടെയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്. ഞാൻ മറ്റുള്ളവരെക്കാൾ പിന്നിലാണല്ലോ എന്നൊക്കെ തോന്നുന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമത്സരമല്ല, അവിടെ ചെക്ക് പോസ്റ്റുകളുമില്ല. അതൊരു യാത്രയാണ്. ഓരോരുത്തർക്കും അവരവരുടെ വഴിയുണ്ട്, അവരവരുടെ സമയമുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ യാത്രയുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. ശരി, ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം. നമ്മളെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാതെ പിന്നോട്ട് വലിക്കുന്ന ചില ചിന്താരീതികളുണ്ട്. നമ്മുടെ ഉള്ളിൽ എവിടെയോ ആഴത്തിൽ പതിഞ്ഞുപോയ ചില വിശ്വാസങ്ങൾ. അവയെ നേരിടുക എന്നതാണ് അടുത്ത പടി. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന 5 തെറ്റായ ചിന്താരീതികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇതിലേതെങ്കിലും ഒന്ന് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ജീവിതം നല്ലത് വേഴ്സസ് ചീത്ത എന്ന രീതിയിൽ കാണുന്നത് നിർത്തുക. അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അയ്യോ ഇനി എന്തെങ്കിലും മോശമായത് സംഭവിക്കുമല്ലോ എന്ന പേടി വേണ്ട. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരും. 2. നിങ്ങൾ എപ്പോഴും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വെറുക്കുന്ന ഒരു ജീവിത രീതിയിലൂടെ പോയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റില്ല. 3. എല്ലാം നിങ്ങളുടെ തലയിൽ വെക്കേണ്ട. എന്താണ് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്, എന്തല്ലാന്ന് തിരിച്ചറിയുക. 4. വിജയത്തിനും സൗന്ദര്യത്തിനും പുതിയ നിർവചനങ്ങൾ കൊടുക്കുക. നിങ്ങളായിരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയവും സൗന്ദര്യവും. അവസാനമായി 5. നിങ്ങൾ എന്നു പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. അടുത്തത്, ഉപേക്ഷിക്കാനുള്ള പരിശീലനം. അതായത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഭാരം കുറയ്ക്കുക. ഇത് കേൾക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഭാരങ്ങൾ ഇറക്കി വെച്ചാലേ നമുക്ക് വേണ്ടപ്പെട്ടവയ്ക്ക് സ്ഥലം കിട്ടൂ. ലെറ്റിംഗ് ഗോ അഥവാ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന എന്തോ വലിയ കാര്യമല്ല. അതൊരു സ്കില്ലാണ്. നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട ഒരു കഴിവ്. ഒരു മാരത്തോണിന് വേണ്ടി ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമുക്കാവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറച്ചായി വിട്ടുകളയുന്നൊരു ശീലം. ഇതിങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് തിരികെ ഒന്നും തരാത്ത ഒരിടത്ത്, അതൊരു ബന്ധമാകാം, ജോലിയാകാം, അവിടെ നിങ്ങളുടെ സ്നേഹവും സമയവും ഊർജവും നിക്ഷേപിക്കുന്നത്. അങ്ങനെ പാഴാക്കി കളയുന്ന ഊർജ്ജമുണ്ടല്ലോ, അത് ശരിക്കും വിരിയാൻ തയ്യാറായി നിൽക്കുന്ന പൂക്കളെ പരിപാലിക്കാൻ ഉപയോഗിക്കാമായിരുന്നു. അതായത് നിങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, നിങ്ങളെ വളർത്തുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി ആ ഊർജ്ജം ഉപയോഗിക്കുക. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ശ്രദ്ധിച്ചു കേൾക്കണം.
നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്നിനെയും ഉപേക്ഷിക്കുകയല്ല, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇതിനകം തന്നെ പോയി കഴിഞ്ഞു എന്ന സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈയൊരു ചിന്ത മതി ആ പ്രക്രിയയെ വളരെ എളുപ്പമാക്കാൻ. അപ്പോ നമ്മുടെ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ സത്യത്തിൽ ജീവിക്കാൻ സാധിക്കുക? നമ്മുടെ ശരിയായ ദിശ, നമ്മുടെ ട്രൂ നോർത്ത് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലമൊന്ന് ഓർത്തു നോക്കൂ. നമുക്കിഷ്ടമുള്ള, നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഡ്രസ്സ് ഒരു മടിയുമില്ലാതെ ധൈര്യമായി ഇട്ടിരുന്ന ആ കുട്ടിയെ ഓർമ്മയുണ്ടോ? മനസ്സിലൊരു ഐഡിയ വന്നാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ അത് ചെയ്തിരുന്ന ആ കുട്ടി, വിശന്നാൽ ഒരു കുറ്റബോധവുമില്ലാതെ വിശക്കുന്നോ എന്ന് പറഞ്ഞിരുന്ന ആ കുട്ടി, അതാണ് നിങ്ങളുടെ യഥാർത്ഥ ഞാൻ. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം. അപ്പോ ആ ശബ്ദത്തിലേക്ക് തിരിച്ചെത്താൻ, ആ സ്വയം സംശയത്തിൽ നിന്ന് പുറത്തുവരാൻ 4 വഴികളുണ്ട്. 1. നിങ്ങളുടെ അഭിപ്രായങ്ങളെ വീണ്ടും കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും എന്തു തോന്നുന്നു എന്ന് ശ്രദ്ധിക്കുക. 2. നിങ്ങളുടെ ശരീരത്തെ കേൾക്കുക. വിശപ്പ്, ദാഹം, ക്ഷീണം, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. 3. മറ്റുള്ളവരെ അംഗീകരിക്കുക. അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയും അംഗീകരിക്കാൻ തുടങ്ങും. അവസാനമായി, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ വ്യക്തിപരമായി എടുക്കുന്നത് നിർത്തുക. ഓർക്കുക, അവരുടെ അഭിപ്രായങ്ങൾ അവരെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ചല്ല. ഈയൊരു വാചകം നോക്കൂ. കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ആത്മാവിന്റെ ഒരു കഷ്ണം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നുകാട്ടുക എന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എന്തു ചെയ്താലും അതിൽ നിങ്ങളുടെ ആത്മാവിന്റെ ഒരു അംശം വേണം. പെർഫെക്റ്റ് ആവുന്നതിലല്ല കാര്യം, ജെനുവിൻ ആവുന്നതിലാണ്. അതാണ് ആളുകളുമായി ശരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾ എങ്ങനെയാണ് സുഖപ്പെടാൻ പോകുന്നത്? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെടുക്കുന്ന ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും? അതൊന്ന് ആലോചിച്ചു നോക്കൂ.